തിരുവചനത്തിൽ 3 കൂട്ടം ആൾക്കാരെ നാം കാണുന്നു. ഒന്ന്, പ്രത്യാശയില്ലാത്തവർ. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ച കാലത്ത് പ്രത്യാശയില്ലാത്തവരായിരുന്നു. തെസ്സലോനിക്കർ 1 ലേഖനം 4 അധ്യായത്തിന്റെ 13 വാക്യം, എഫേസ്യർക്കെഴുതിയ ലേഖനം 2 അധ്യായത്തിന്റെ 12 വാക്യം. രണ്ടാമത്തെ കൂട്ട് ക്രിസ്തു ഉള്ളവരെങ്കിലും ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ഈ കൂട്ടരെ തിരുവചനം വിളിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15 അധ്യായത്തിന്റെ 19 വാക്യം, സകല മനുഷ്യരിലും നിങ്ങൾ അരിഷ്ടന്മാരത്രേ എന്നാണ്. മൂന്നാമത്തെ കൂട്ടർ മഹാദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർ. ഇവരത്രേ ഭാഗ്യകരമായ പ്രത്യാശയുള്ളവർ. തീത്തോസിന്റെ ലേഖനം 2 അധ്യായത്തിന്റെ 12 വാക്യം. എന്തായാലും ക്രിസ്ത്യാനികൾ ആരും തന്നെ ഒന്നാമത്തെ കൂട്ടത്തിൽ പെടുകയില്ല. ഒന്നുകിൽ അവരെ രണ്ടാമത്തെ കൂട്ടത്തിലോ മൂന്നാമത്തെ കൂട്ടത്തിലോ പെടുത്താം. ഇവിടുത്തെ പ്രധാന വിഷയം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ എപ്രകാരമായിരിക്കുന്നു എന്നതത്രേ സർവപ്രധാനം. ഇന്ന് അനേകർക്ക് ക്രിസ്തുവിനെ വേണം ഈ ഒരു ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുവാൻ. ഈ ഒരു ആയുസ്സിന് വേണ്ടുന്നതായ ആഹാരം, പാർപ്പിടം, ജോലി, ശാരീരിക സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ എന്നിവയൊക്കെ കിട്ടുവാനായി ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയില്ലാത്ത ജാതികളിൽ നിന്നും ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് പിന്നെ എന്ത് പ്രത്യേകതകളാണുള്ളത്? എന്നാൽ മൂന്നാമത്തെ കൂട്ടരാകട്ടെ, ക്രിസ്തുവിനെ ഈ ആയുസ്സിൽ മാത്രമല്ല, ഈ ആയുസ്സിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുമെന്നും പ്രത്യാശിക്കുന്നു. ആ ഭാഗ്യകരമായ പ്രത്യാശയെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15 അധ്യായത്തിന്റെ 51 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. തെസ്സലോനിക്കർ 1 ലേഖനം 4 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും. പാട്ടുകാരനോടൊപ്പം നമുക്കും ഇന്ന് ഇങ്ങനെ പാടാം. എന്ത് ഭാഗ്യം ഇത് എൻ്റെ മാനസം മോദത്താൽ പൊങ്ങിടുന്നേ പ്രിയ, നിന്നോട് ചേർന്നിടുവാൻ. കൺകൾ കൊതിച്ചിടുന്നേ കാന്തനെ കണ്ടിടുവാൻ, നിന്നനുരൂപനായി നിത്യവും വാണിടുവാൻ. പ്രത്യാശ ഏറിടുന്നേ എൻ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ, പ്രത്യാശ ഏറിടുന്നേ. Have a blessed day.